ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിശയിൽ കേരളം നീങ്ങുമ്പോൾ സ്വാഭാവികമാണ് BJP അതിനെ ഇടങ്കോലിടുക, അലോസരപ്പെടുത്തുക എന്നത്. നോക്കൂ, ഇവിടെ ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. അന്ന് AKG ആയിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ആ പ്രവൃത്തിയെ ശ്ലാഘിച്ചു, അഭിനന്ദിച്ചു. അപ്പോൾ അതോടൊപ്പം നിന്നു. അപ്പോൾ ഒരു പ്രതിപക്ഷം എന്നത് നിരന്തരം കണ്ണുമടച്ചെതിർക്കുന്നതിലോ ഇടങ്കോലിടുന്നതിലേക്കോ അല്ല പോകേണ്ടത്. ക്രിയാത്മകമായ പ്രതിപക്ഷത്തിൻ്റെ മുൻകാല ചരിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇനി പറയൂ, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ BJPക്ക് അത് പറയാം, പക്ഷേ കോൺഗ്രസ് എന്താണ് കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ കാണാത്തത്? കർണാടക അടക്കം ഒരു സംസ്ഥാനത്തും കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും ചൂണ്ടിക്കാണിക്കാനാകാത്തൊരു വലിയ നേട്ടമുണ്ടാകുമ്പോൾ എന്തിനാണ് അതിനെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ മഞ്ഞക്കണ്ണടയിലൂടെ നോക്കുന്നത്? ജിൻഷാദ് ഇതിനു മുൻപ് പറഞ്ഞു നിർത്തിയത് നമ്മളെല്ലാം ഹൃദയം തുറക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഹൃദയം തുറന്നുകൊണ്ട് തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ. കേരളത്തിലെ ഏറ്റവും അവസാനം സെൻസസ് നടന്നത് 2011. അന്ന് കേരളത്തിലെ പട്ടികവർഗക്കാര്, നമ്മൾ ആദിവാസികൾ എന്ന് വിളിക്കുന്ന ഷെഡ്യൂൾ ട്രൈബ്സ്, അവരുടെ പോപ്പുലേഷൻ 4,84,839. അതില് ഇപ്പോൾ നിങ്ങൾ പറയുന്ന അതിദരിദ്രരുടെ എണ്ണം 64,006 ഉണ്ടാക്കിയ ലിസ്റ്റിൽ ഈ പട്ടിക വർഗക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് വെറും 6,000 മാത്രം. അപ്പം അതിന്റെ അർത്ഥം എന്താ? ബാക്കി വരുന്ന 4,20,000 ആളുകളും കുടുംബങ്ങളും അവരെല്ലാം ഈ പട്ടിണിയിൽ നിന്നും മോചിതരായോ? അവർക്കെല്ലാം വീട് കിട്ടിയോ? അവർക്കെല്ലാം ഭൂമി കിട്ടിയോ? അവർക്കെല്ലാം ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ക്ഷീണം ഉള്ള അവസ്ഥകളിൽ നിന്ന് അവരെല്ലാം വിമുക്തരായോ? അപ്പോൾ അവരുടെ കണക്കുകൾ എവിടെ? അല്ലെങ്കിൽ നിങ്ങൾ പറയണം, അവരാരും ഈ കേരളത്തിലെ ജനങ്ങളല്ല, കേരളത്തിന്റെ ഭാഗമല്ല. നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞ ഹൃദയത്തിൽ നിന്ന് പറ, ഹൃദയം തൊട്ട് പറ. ഈ പറയുന്ന 4,84,839 അവരെല്ലാം AC മുറികളിലാണ് താമസിക്കുന്നത്. അവരെല്ലാം 3 നേരം സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചാണ് ജീവിക്കുന്നത്. മധുവിനെ മറക്കരുത്, അട്ടപ്പാടിയിലെ മധുവിനെ. അതാണ് ഇന്ന് അതിദരിദ്രരുടെ ട്രെയിൻ കിട്ടാതെ പുറത്ത് കഴിയുന്നവൻ പ്ലാറ്റ്ഫോമിൽ കഴിയുന്നവൻ, ട്രെയിൻ കിട്ടിപ്പോകുന്നവൻ, ഇവനും ട്രെയിൻ കിട്ടാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൽ തന്നെ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്നവൻ, അതിൽ തന്നെ സ്ലീപ്പറിൽ യാത്ര ചെയ്യുന്നവൻ, അതിൽ തന്നെ AC കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്നവൻ, ഇതിൽ തന്നെ ഫസ്റ്റ് ക്ലാസ് ACയിൽ യാത്ര ചെയ്യുന്നവൻ, അവൻ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ട്രെയിൻ കിട്ടിയവനും കിട്ടാത്തവനും, ലോക്കൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്നവനും മറ്റുള്ളവരും, ഇതൊക്കെ തമ്മിൽ വളരെ റിലേറ്റീവായി വേണം, ആപേക്ഷികമായി വേണം ഇതിനെയൊക്കെ കാണാനും സംസാരിക്കാനും സംവദിക്കാനും. ഇങ്ങനെ വിധ്വംസാത്മക അടിത്തറയിൽ നിന്ന് നിങ്ങളുടെ തന്നെ ഇലക്ഷൻ മാനിഫെസ്റ്റോ, നിങ്ങളുടെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലാണ് ഞാൻ പറഞ്ഞത്. അതായത് റോണി കെ ബേബി പറയുന്നത് വെച്ച് എനിക്ക് മനസ്സിലാവുന്നത്, താങ്കൾ പറഞ്ഞ ആദ്യത്തെ പട്ടികവർഗ കണക്കും പിന്നീടുള്ള പട്ടികവർഗ കണക്കിലും അത്രയും പേർ ദാരിദ്ര്യമുക്തരായതിൽ താങ്കൾ അസ്വസ്ഥപ്പെടുന്നു. ഇതിന്റെ നേട്ടം പിണറായി വിജയനോ LDFനോ കിട്ടുന്നതിൽ താങ്കൾ അസ്വസ്ഥപ്പെടുന്നു എന്നുള്ളതാണ്. ശരി, ഞാൻ അതാണ് ഹൃദയം തുറന്ന് പറഞ്ഞതാണ്. ഇത്രയും നേരം അതായത് രാമായണം മുഴുവൻ വായിച്ചിട്ട് അവസാനം രാമന്റെ ആരാണ് സീത എന്ന് ചോദിക്കുന്നത് പോലെയാണ്.